കുറച്ച് നാളത്തിന് ശേഷം BJP ഇന്ന് തൃശ്ശൂരിൽ നടത്തിയ സമരം കൊണ്ടൊരു ഗുണമുണ്ടായി. ആ ഒട്ടകത്തിനെ അടിച്ചു നനച്ച് കുളിപ്പിക്കാനുള്ള ഒരു അവസരം ഉണ്ടായി. ഏതൊട്ടകം? ഇത് മരുഭൂമിയിലെ ഒട്ടകമല്ല, കേരളത്തിലുള്ള ഒരു ഒട്ടകം ഉണ്ടായിരുന്നു. അടിച്ചു നനച്ച് കുളിക്കാൻ നടക്കുകയാണ്. കേരള പോലീസിന്റെ എത്തി വെള്ളം പോയെങ്കിൽ എന്ത്, നല്ല രീതിയിൽ വെള്ളം അടിച്ച് ഒന്ന് കുളിപ്പിച്ച് ആ ചാണകം മുഴുവൻ കഴിവിറക്കി അവിടെ നിർത്തിയിരിക്കുന്നുണ്ട്. അതായത് ഒരു ചന്ദ്രിക സോപ്പ് കൂടി കൊടുത്തിരുന്നെങ്കിൽ ഇന്നിപ്പോ ക്രിസ്റ്റൽ ക്ലിയർ ആയത്. 90% അഴുക്ക് ഇന്നിപ്പോ അടിച്ചു കളഞ്ഞിട്ടുണ്ട്. എന്തായാലും സമരങ്ങൾ കൊണ്ടുണ്ടാകുന്ന ചില ഗുണങ്ങളാണ്. ഇന്ന് വരെ ഒട്ടകം ദൈവം സഹായിച്ച് ഒട്ടകം നമ്മുടെ തൃശ്ശൂർ തെരുവോരങ്ങളിലൂടെയും ആ നഗരസഭയുടെ ചുറ്റാകെയൊക്കെ മതിലിന്റെ പുറത്തൊക്കെ നിന്ന് പല കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കാറുണ്ടെങ്കിലും അതിനകത്തെ ഭരണം നിയന്ത്രിക്കാൻ ശ്രമിക്കുമെങ്കിലും ഇതുവരെ പിടിച്ചു കെട്ടിയിട്ട് കുളിപ്പിക്കാൻ പറ്റിയില്ല. ഇന്ന് കേരള പോലീസിന് അവസരം കിട്ടി. അതിലേക്കൊന്നും പോകുന്നതിന് നമുക്ക് ബി ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ അതിൽ ആ ജലപീരങ്കി ഏറ്റ് വീഴാൻ പോകുന്ന സ്ഥിതിയിൽ നമുക്ക് ആ ദൃശ്യങ്ങൾ ഇന്ന് കാണാം. ഇനി ഉദ്ഘാടന പ്രസംഗം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ. അത്ര ആദ്യഘട്ടത്തിൽ തന്നെ അതിശക്തമായ രീതിയിൽ ഒരാൾ തെറിച്ചു വീഴുന്നതിന്റെ ദൃശ്യം നമുക്ക് കാണാനാകും. അതിശക്തമായ രീതിയിൽ ജലപീരങ്കി പ്രയോഗം നടക്കുന്നു. നിരവധി പ്രവർത്തകർ ജലപീരങ്കി പ്രയോഗമാണ്. ഇടയിൽ നിൽക്കുന്ന ആളുകളിലേക്ക് നേരിട്ട് അടിക്കുകയാണ്. അവർ പക്ഷേ താഴെ വീണാലും പോകുന്നില്ല എന്ന് തീരുമാനിച്ചു നിൽക്കുകയാണ്. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണനൊക്കെ ആകെ നനഞ്ഞു കുതിർന്നു അല്ലേ?